കറുത്ത മെഴുകുതിരികൾ കത്തി നിൽക്കുന്ന പഴയൊരു ദേവാലയം. ചുറ്റും കറുത്ത വസ്ത്രം ധരിച്ചു നിൽക്കുന്നവർക്ക് മുന്നിൽ ഒരു ബലിപീഠം. 2 പേർ ചേർന്ന് നഥാനെ പിടിച്ചുകൊണ്ടുവന്നു. അവന്റെ കൈ പിന്നിലേക്ക് കൂട്ടിക്കെട്ടിയിട്ടുണ്ടായിരുന്നു. അവരിൽ ഒരാൾ നഥാന്റെ കാലിലേക്ക് ചവിട്ടിയതും നഥാൻ മുട്ടുകുത്തി നിന്നു. അവൻ നേരെ നോക്കിയത് കാദറിന്റെ മുഖത്തേക്കായിരുന്നു. കരഞ്ഞുകൊണ്ട് അവൾ അവിടെ കൂടി നിൽക്കുന്നവരോട് അവന്റെ ജീവന് വേണ്ടി അപേക്ഷിക്കുന്നുണ്ടായിരുന്നു. നഥാനെ കണ്ടതും അവൾ ഓടിവരാൻ ശ്രമിച്ചപ്പോൾ 2 പേർ അവളെ പിടിച്ചു നിർത്തി. അവൾ അവരുടെ കയ്യിൽ നിന്ന് കുതറാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. ഞങ്ങളുടെ രാജ്ഞിയുടെ രക്തം വീണ മണ്ണിൽ നഥാന്റെ വിശുദ്ധ രക്തം വീഴ്ത്തി ഞങ്ങളുടെ രാജ്ഞിയോടുള്ള ഭക്തി ഞങ്ങൾ രേഖപ്പെടുത്തുന്നു. ഒരാൾ നഥാന്റെ തല പീഠത്തിലേക്ക് ചേർത്തുവെച്ചു. കാതറിൻ അവരുടെ കയ്യിൽ നിന്നും കുതറി മാറാൻ ശ്രമിച്ചുകൊണ്ടിരുന്നു. ഞങ്ങളുടെ ഈ ബലി സ്വീകരിക്കണമേ. അയാൾ വാളെടുത്തൂങ്ങി. കാതറിൻ ഉറക്കത്തിൽ നിന്നെഴുന്നേറ്റു. പുറത്തു പെയ്യുന്ന മഴയിലും അകത്തെ എസിയിലും അവൾ വിയർത്തിരുന്നു. കാതറിൻ കിതച്ചുകൊണ്ട് ചുറ്റും നോക്കി. അവൾ എഴുന്നേറ്റ് ഹാളിൽ പോയി ലൈറ്റിട്ടു. നഥാൻ ഉറക്കമായിരുന്നു. അവൾ നഥാന്റെ അടുത്ത് ചെന്ന് മുട്ടുകുത്തി നിന്ന് അവനെ നോക്കി. അവൾ പതിയെ അവന്റെ മുടിയിൽ തലോടി. അവനെ ഉണർത്താതെ അവൾ എഴുന്നേറ്റ് തിരിഞ്ഞതും അവൻ അവളുടെ കൈ പിടിച്ചു. കാതറിൻ തിരിഞ്ഞു നോക്കി. അവളുടെ കൈ പിടിച്ചുകൊണ്ട് തന്നെ അവൻ എഴുന്നേറ്റിരുന്നു. ഇരിക്കെ, അവൻ പറഞ്ഞു. അവൾ ഒന്നും മിണ്ടാതെ സോഫയിലിരുന്നു. ഉറങ്ങിയില്ലേ? അവൻ ചോദിച്ചു. പിന്നെന്താ എഴുന്നേറ്റേ? അവൾ പുറത്തേക്ക് ചൂണ്ടിക്കാണിച്ചു. ഇടിമിന്നലിന്റെ ശബ്ദം കേട്ടപ്പോൾ എഴുന്നേറ്റതാണെന്ന് അവന് മനസ്സിലായി. പേടിയാണോ? അവൾ മൂളി. അവളുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. വായോ. അവൻ എഴുന്നേറ്റു. അവളും. നഥാൻ റൂമിലേക്ക് ചെന്നു. പിന്നാലെ കാതറിനും. കിടന്നോ? അവൻ പറഞ്ഞു. അവൾ ബെഡിൽ കിടന്നു. നഥാൻ കുറച്ചു മാറിയിരുന്നു. അവൾ നഥാനെ നോക്കിക്കിടന്നു. എന്തേ, ഉറക്കം വരുന്നില്ലേ? അവൾ ഇല്ലെന്ന് തലയാട്ടി. കിടന്നോ, ഞാൻ നിന്നെ ഒന്നും ചെയ്യില്ല. അവൻ എഴുന്നേറ്റ് പോയി. നഥാൻ നേരെ ബാൽക്കണിയിൽ പോയി നിന്നു. ഹാളിലെ വെളിച്ചം കണ്ട് അവൾ എഴുന്നേറ്റ് ചെന്നപ്പോൾ നഥാൻ മുല്ലവള്ളികൾ നോക്കി നിൽക്കുകയായിരുന്നു. അവൾ അവന്റെ അടുത്ത് ചെന്ന് നിന്നു. പൂക്കൾ വിടരാൻ സമയമായി, അവൻ പറഞ്ഞു. അവർ നോക്കി നിൽക്കെ മുല്ലപ്പൂക്കൾ വിരിഞ്ഞു. മഴത്തുള്ളികൾ പൂക്കളിൽ തട്ടി വീണു. ചുറ്റും സുഗന്ധം വിടർന്നു. നഥാൻ വിരിഞ്ഞ പൂക്കളിൽ ഒന്നെടുത്ത് പൊട്ടിക്കാനായി പോയപ്പോൾ കാതറിൻ അവന്റെ കൈപിടിച്ച് തടഞ്ഞു. അവൾ വേണ്ടെന്ന് തലയാട്ടി. അവൾ അടുത്തുപോയി ഒരു വള്ളിയിൽ പിടിച്ച് പൂക്കൾ മണത്തു. അവൾ നഥാനെ നോക്കി ചിരിച്ചു. നഥാന്റെ കണ്ണുകൾ അപ്പോഴും കാതറിന്റെ മുഖത്തായിരുന്നു. നഥാൻ അവളുടെ അടുത്തേക്ക് ചെന്ന് മുല്ലവള്ളി വാങ്ങി അതിനെ അതിന്റെ സ്ഥാനത്ത് തന്നെ വെച്ചു. അവർക്കിടയിൽ കോരിച്ചൊരിയുന്ന മഴ മാത്രമായി. നഥാൻ അവളുടെ മുഖമുയർത്തി. സമയം ഒരുപാടായി, ഉറങ്ങണ്ടേ? അവൻ ചോദിച്ചു. അവൾ മൂളി. വായോ. അവൻ അവളുടെ കൈപിടിച്ച് റൂമിലേക്ക് കൊണ്ടുപോയി. കിടന്നോ? അവൾ ബെഡിൽ കിടന്നു. നഥാൻ അടുത്ത് കിടന്നിരുന്ന പുതപ്പെടുത്ത് അവളെ പുതച്ചു. ഉറങ്ങിക്കോ. നഥാൻ ബെഡിലിരുന്നു. പതിയെ കാതറിൻ ഉറങ്ങി. നഥാൻ എഴുന്നേറ്റ് അവളുടെ നെറ്റിയിൽ ഒരു ചുംബനം നൽകി ഹാളിലേക്ക് പോയി. നഥാൻ പോയപ്പോൾ കാതറിൻ കണ്ണു തുറന്നു. കെയ്റ്റ്, നഥാന്റെ നിഴലായി നിൽക്കുവാൻ നിനക്ക് ഏതു വഴിയും സ്വീകരിക്കാം. പക്ഷേ അപ്പോഴും നീ ഓർക്കേണ്ട കാര്യങ്ങളുണ്ട്. നമ്മൾ പാരമ്പര്യമായി അവരുടെ കാവൽക്കാരാണ്. നിന്റെ കർമ്മവും അതാണ്. ജീവൻ കൊടുത്തും ഏതൻ കുടുംബത്തിലുള്ളവരെ രക്ഷിക്കുക എന്നതാണ് നമ്മുടെ കടമ. എന്റെ മകളെ ഞാനത് വിശ്വസിച്ചേൽപ്പിക്കുന്നു. നഥാനെ ഒരിക്കൽ രക്ഷിച്ചതും സംരക്ഷിച്ചതും ഞാനാണ്. ഇനി എന്റെ സ്ഥാനത്ത് നീയാണ് കെയ്റ്റ്. എന്റെ മകളെ എനിക്ക് പൂർണ്ണമായും വിശ്വാസമാണ്. പപ്പ പറഞ്ഞ കഥകളോ കടമകളോ അല്ല എന്റെ മനസ്സിൽ. അദ്ദേഹം നല്ലൊരു മനുഷ്യനാണ് പപ്പ. അദ്ദേഹം ഒരിക്കലും മരിക്കാൻ പാടില്ല. അതിന് എന്റെ ജീവനാണ് ബലി കൊടുക്കേണ്ടതെങ്കിൽ ഞാൻ അത് തന്നെ ചെയ്യുന്നതാണ്. പപ്പയുടെ കെയ്റ്റ് മരിക്കാതെ നഥാൻ മരിക്കില്ല. കാതറിന്റെ കണ്ണുകൾ നിറഞ്ഞു. കാതറിൻ കുളി കഴിഞ്ഞ് ഹാളിലേക്ക് വന്നപ്പോൾ നഥാൻ നല്ല ഉറക്കമായിരുന്നു. അവനെ ഉണർത്താതെ അവൾ ബാൽക്കണിയിലേക്കുള്ള വാതിൽ തുറന്നു. പൂക്കളെല്ലാം വിരിഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. മഴ മൂടിക്കെട്ടി നിൽക്കുന്നതിനാൽ വെളിച്ചം കുറവായിരുന്നു. തണുത്ത കാറ്റ് അവളെ വന്നു മൂടി. 1-2 മുല്ലപ്പൂക്കൾ പൊട്ടിച്ച് അവൾ സോഫയ്ക്ക് മുന്നിലുള്ള മേശമേൽ വെച്ച്
അടുക്കളയിലേക്ക് പോയി. നഥാൻ എഴുന്നേറ്റ് ആദ്യം കണ്ടത് മുല്ലപ്പൂക്കളായിരുന്നു. അവൻ അവയിൽ തൊട്ട് ഒന്ന് പുഞ്ചിരിച്ചു. അവൻ എഴുന്നേറ്റ് കുളിച്ചു വന്ന് നേരെ അടുക്കളയിലേക്ക് പോയി. ഗുഡ് മോർണിംഗ്. അവൻ അവളുടെ അടുത്ത് ചാരി നിന്നു. അവൾ അവനെ നോക്കി പുഞ്ചിരിച്ചു. അവൾ ചായപ്പൊടിയുടെ പാത്രമെടുത്ത് അവന് കാണിച്ചു കൊടുത്തു. കഴിഞ്ഞോ? ഇന്നത്തോടെ കഴിഞ്ഞെന്ന് അവൾ ആംഗ്യം കാണിച്ചു. ഇന്ന് സൺഡേ അല്ലേ, നമുക്ക് ഷോപ്പിങ്ങിന് പോകാം, സാധനങ്ങളൊക്കെ വാങ്ങാം. പിന്നെ വർക്കിംഗ് വുമൺ ഹോസ്റ്റലൊന്നും നിൽക്കണ്ട, അതുകൊണ്ട് നിനക്ക് ആവശ്യമുള്ള സാധനങ്ങളെല്ലാം വാങ്ങാം. ഓക്കേ, ഇന്ന് ഫുഡൊന്നും ഉണ്ടാക്കണ്ട, പുറത്തുനിന്ന് കഴിക്കാം. അവൾ ചിരിച്ചുകൊണ്ട് മൂളി. എനിക്ക് കുറച്ച് പണിയുണ്ട്, 2-3 മെയിൽ അയക്കാനുണ്ട്, അത് കഴിഞ്ഞ് നമുക്ക് പോവാം. ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നഥാൻ ലാപ്ടോപ്പിന് മുന്നിലിരുന്നു. അടുത്തുള്ള കസേരയിൽ കാതറിനും. മേശമേലിരിക്കുന്ന ബുക്കും പേനയും എടുത്ത് കാതറിൻ എന്തോ വരച്ചുകൊണ്ടിരുന്നു. അവൾ ഇടയ്ക്കിടയ്ക്ക് നഥാനെ നോക്കി. എന്താ എഴുതുന്നേ? അവൻ ചോദിച്ചു. അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. കാണിച്ചേ. അവൾ ഇല്ല എന്ന് തലയാട്ടി. കാണിക്കേ. അവൻ ബുക്ക് പിടിച്ചു വാങ്ങി. എടോ, താനാള് കൊള്ളാവല്ലോ, വരയ്ക്കാൻ അറിയുവോ? കാതറിൻ നഥാനെ വരച്ച ചിത്രം നോക്കി അവൻ പറഞ്ഞു. അപ്പോ എന്നെ വരച്ചതല്ലേ, ഒരു സർപ്രൈസ് തരാൻ തനിക്ക്. അവൾ എന്താ എന്ന് ചോദിച്ചു. അതൊക്കെയുണ്ട്, സർപ്രൈസ് അല്ലേ. എന്റെ ജോലി കഴിഞ്ഞു, നമുക്ക് പോവാം. എന്നാൽ റെഡിയായിട്ട് വാ, നഥാൻ പറഞ്ഞു. കാതറിൻ, താൻ സാധനങ്ങളൊക്കെ നോക്ക്, ഞാൻ ഇപ്പൊ വരാം. സൂപ്പർ മാർക്കറ്റിൽ എത്തിയപ്പോൾ നഥാൻ പറഞ്ഞു. എവിടേക്കാ? അവൾ കൈകൊണ്ട് ആംഗ്യം കാണിച്ചു. ഒരു കോൾ ചെയ്യാനാണ്. അവൻ ഫോൺ എടുത്തു. നഥാൻ പോയപ്പോൾ ട്രോളി ഉരുട്ടി കാതറിൻ ആവശ്യ സാധനങ്ങൾ എടുത്തു. മാമി. നഥാൻ ഫോൺ ചെവിയോട് ചേർത്ത് വെച്ചു. മാമി, എന്റെ വീടിന്റെ ഒരു കീ കയ്യിലില്ലേ? അവിടെ 2 ആൾക്കാർ കുറച്ച് സാധനങ്ങളായി വരും, അതൊക്കെ എന്റെ റൂമിലൊന്ന് വെക്കണേ. മാമി കൂടെ ചെല്ലണം. ഓക്കെ, എന്നാ ശരി. അവൻ ഫോൺ കട്ട് ചെയ്ത് കാതറിന്റെ അടുത്തേക്ക് പോയി. കഴിഞ്ഞോ? അവൻ ചോദിച്ചു. എന്നാൽ ബില്ല് ചെയ്യാം. നഥാൻ ട്രോളി വാങ്ങി ബില്ലിംഗ് സെക്ഷനിലേക്ക് പോയി. നഥാൻ ക്യാഷ് അടയ്ക്കുമ്പോൾ കാതറിൻ ചുറ്റും നോക്കി നിൽക്കുകയായിരുന്നു. അന്നേരമാണ് ഒരാൾ കാതറിനെ നോക്കുന്നത് അവൾ കണ്ടത്. അയാൾ അവളെ നോക്കി ചിരിച്ചു. അവളും. കാതറിൻ, നഥാൻ വിളിച്ചു. പോകാം. അവൾ അവന് പിന്നാലെ പോയി. സാധനങ്ങൾ ഡിക്കിയിൽ എടുത്തു വെച്ച് നഥാനും കാതറിനും കാറിൽ കയറി. ഇനി എങ്ങോട്ടാ പോവുക? അവൻ അവളെ നോക്കി. നമുക്ക് ലക്കിയുടെ ഫ്ലാറ്റിൽ പോയി അവന്മാരെയും കൂട്ടി കറങ്ങാൻ പോകാം. കാതറിൻ മോളി. കോളിംഗ് ബെല്ലിന്റെ ശബ്ദം കേട്ട് ആൽവിൻ ചെന്ന് വാതിൽ തുറന്നു. നീ എന്തടാ കാലത്ത് തന്നെ? കാലത്തോ? നേരം കുറെയായി മോനെ. ആ, നീയോ? ലക്കി പറഞ്ഞു. എടാ, നീ അവളെ അവിടെ ഒറ്റയ്ക്കാക്കി നടക്കുന്നത് അത്ര നല്ലതല്ല കേട്ടോ. നഥാൻ തിരിഞ്ഞു നോക്കി. ഇവളിതെവിടെ? നഥാൻ പുറത്തേക്കിറങ്ങിയപ്പോൾ കാതറിൻ ചുമരിൽ ചാരി നിൽക്കുന്നുണ്ടായിരുന്നു. വാ. അവൻ അവളുടെ കൈപിടിച്ചു. ഞാൻ ഒറ്റയ്ക്കല്ല. അവൻ കാതറിന്റെ കൈപിടിച്ച് അകത്തേക്ക് കൊണ്ടുവന്നു. താനെന്താടോ പുറത്തു നിന്നേ? ലക്കി ചോദിച്ചു. അവൾ ഒന്നും മിണ്ടാതെ ചിരിച്ചു. ഇരിക്കി, ആൽവിൻ പറഞ്ഞു. ഓ, ആയിക്കോട്ടെ. നഥാൻ ഇരുന്നു. കാതറിനും. ഞാൻ ചായ എടുക്കാം. ആൽവിൻ കിച്ചണിലേക്ക് ഓടി. നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നതാണോ? അല്ലടാ, കുറച്ച് ഷോപ്പിംഗ്, പിന്നെ സൺഡേ അല്ലേ, പുറത്തു പോകാമെന്ന് വെച്ചു. അപ്പോ നിങ്ങളെയും കൂട്ടാമെന്ന് കരുതി. ഓക്കെ, എന്നാൽ ഇന്ന് നമുക്ക് അടിച്ചു പൊളിക്കാം, ലക്കി പറഞ്ഞു. പിന്നെ ലക്കി, ഇന്നലെ ഒരു സംഭവമുണ്ടായി. നഥാൻ നടന്നതെല്ലാം പറഞ്ഞു. ഇത് നമ്മുടെ കൈക്ക് പണിയുണ്ടാക്കുന്ന കേസാണല്ലോ നഥാ. നാളെ പോയി ഇവളുടെ സർട്ടിഫിക്കറ്റൊക്കെ വാങ്ങണം, പിന്നെ ഒരു ജോബ് കൂടി റെഡിയാക്കണം. അതോർത്ത് ടെൻഷൻ ആവണ്ട, നമ്മുടെ ഓഫീസിൽ തന്നെ സെറ്റാക്കാൻ നമുക്ക്, ലക്കി പറഞ്ഞു. അതാണെങ്കിൽ നമ്മുടെ കൺമുൻപിൽ ഉണ്ടാകുമല്ലോ. അപ്പോഴേക്കും ആൽവിൻ ചായയുമായി എത്തി. അപ്പോ നിങ്ങൾ റെഡിയാക്, നഥാൻ പറഞ്ഞു. റെഡിയാകാനോ?
ആൽവിൻ നഥാനെ നോക്കി. ആ, നമുക്ക് പുറത്തുപോയി വരാം. ആഹാ, റെഡി. ആൽവിൻ റൂമിലേക്ക് പോയി. അല്ല, എവിടേക്കാ പോവാ? കാറിലിരിക്കെ ആൽവിൻ ചോദിച്ചു. നഥ, പൂമല വിട്ടാലോ? ലക്കി ചോദിച്ചു. ഓക്കെ. നഥാൻ കാറ് തിരിച്ചു. സീസണല്ലടാ, തിരക്കാകും, ആൽവിൻ പറഞ്ഞു. അതാണെങ്കിൽ നിനക്ക് കളക്ഷനും ഉണ്ടാകും ആൽവി. നഥാൻ ചിരിച്ചു. അത് കേട്ട് കാതറിനു. ഓ, സ്വന്തമായിട്ട് ഒരാളായപ്പോ പണ്ട് നമ്മൾ ഒരുമിച്ച് കളക്ഷൻ എടുത്തതൊക്കെ ഉണ്ണി മറന്നിരിക്കണു അല്ലേ? എന്താ നിങ്ങളുടെ പ്ലാൻ? കല്യാണമൊന്നും വേണ്ടേ? നഥാൻ കാതറിനെ നോക്കി. കാതറിൻ നഥാനെയും. നമുക്ക് കല്യാണം കഴിക്കണ്ട കാതറിൻ? നഥാൻ കാതറിനെ നോക്കി ചോദിച്ചു. അവൾ നഥാനെ തുറച്ചു നോക്കി. അത് കണ്ട് അവൻ ചിരിച്ചു. നഥാ, ലോറി! ആൽവിൻ പറഞ്ഞതും നഥാന്റെ കാറിന്മേലുള്ള നിയന്ത്രണം പോയി. കാതറിൻ സ്റ്റിയറിംഗ് പിടിച്ച് തിരിച്ചതും കാർ തിരിഞ്ഞു നിന്നു. ലോറി അതിന്റെ വഴിക്ക് പോയി. ഇറങ്ങിയേ. ആൽവിൻ ഡോറ് തുറന്നു. രണ്ടും ഇറങ്ങ്. ലക്കിയും കാറിൽ നിന്നിറങ്ങി. ഞാൻ ഡ്രൈവ് ചെയ്തോളാം. രണ്ടിന്റെ റൊമാൻസ് ഞങ്ങളെ ഭിത്തിയിൽ കയറ്റിയേനാ ഇപ്പോ. ആൽവിനും ലക്കിയും ഫ്രണ്ടിൽ കയറി. കാതറിനും നഥാനും പിന്നിലും. നഥാന് എന്താ നടന്നതെന്ന് അപ്പോഴും മനസ്സിലായിരുന്നില്ല. അവൻ തന്റെ കൈകളിലേക്ക് നോക്കി. കാതറിനെയും. അവൾ പുറത്തേക്ക് നോക്കുകയായിരുന്നു. നഥാൻ തന്നെ നോക്കുന്നുണ്ടെന്ന് അവൾക്ക് മനസ്സിലായി. അവൾ അവനെ നോക്കി കൈകൊണ്ട് എന്തെന്ന് ചോദിച്ചു. അവൻ ഒന്നുമില്ലെന്ന് തലയാട്ടി. എടാ, പോയി ടിക്കറ്റ് എടുക്ക്, ഞാൻ കാറ് പാർക്ക് ചെയ്തിട്ട് വരാം, ലക്കി പറഞ്ഞു. അവർ അവിടെ ഇറങ്ങി. ലക്കി കാറുമായി പോയി. ആൽവിൻ, ഞാൻ ടിക്കറ്റ് എടുത്തിട്ട് വരാം, നഥാൻ പറഞ്ഞു. വേണ്ട, ഞാൻ എടുത്തിട്ട് വരാം, നീ ഇവളുടെ ഒപ്പം നിൽക്ക്. ആൽവിൻ ടിക്കറ്റ് കൗണ്ടറിലേക്ക് പോയി. സൺഡേ ആയതുകൊണ്ട് തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. കാതറിൻ ചുറ്റും നോക്കി. വളർന്നു നിൽക്കുന്ന മരങ്ങളെല്ലാം പൂത്തു നിൽക്കുന്നു. കൊഴിഞ്ഞ പൂക്കൾ മണ്ണിൽ പരവതാനി വിരിച്ചിരുന്നു. ചെറുതായി തണുത്ത കാറ്റ് വീശുന്നുണ്ടായിരുന്നു. കാതറിൻ, നഥാൻ വിളിച്ചു. അവൾ വിളി കേട്ടു. അവർ വരട്ടെ, നമുക്കിവിടെ നടക്കാം, നഥാൻ പറഞ്ഞു. നഥാൻ അവളുടെ കൈപിടിച്ച് നടന്നു. അപ്പോഴേക്കും ലക്കി കാർ പാർക്ക് ചെയ്തിട്ടെത്തി. ടിക്കറ്റ് എടുത്തോ? അവൻ ചോദിച്ചു. ആൽവിൻ പോയിട്ടുണ്ട്, ഇന്ന് നല്ല തിരക്കുണ്ട്. കാർ പാർക്ക് ചെയ്യുവാൻ ഞാനിത്തിരി ബുദ്ധിമുട്ടി. ദേ വരുന്നു അവൻ. എന്റെ മോനെ, വൻ തിരക്ക്, പിന്നെ ഒരു പെൺകുട്ടിയോട് പറഞ്ഞെടുപ്പിച്ചതാ, ആൽവിൻ പറഞ്ഞു. അവളെയും വളച്ചോ? ലക്കി ചോദിച്ചു. ഏയ്, ഒരു ഇൻട്രസ്റ്റ് തോന്നിയില്ല, പക്ഷെ കാര്യം നടന്നു, വാ. അവർ 4 പേരും എൻട്രൻസിലേക്ക് ചെന്നു. ടിക്കറ്റ് കൊടുത്ത ശേഷം അകത്തേക്ക് കയറി. കുന്നിന്മേലേക്കുള്ള വഴി നിറച്ച് കച്ചവടക്കാരായിരുന്നു. കാതറിൻ എല്ലാം നോക്കി മുന്നിൽ നടന്നു. പിന്നിൽ നഥാനും. പെട്ടെന്ന് എന്തോ തലയിൽ വന്നിരുന്ന പോലെ തോന്നി. കാതറിൻ അതെടുത്തു. ഇളം റോസ് നിറത്തിലുള്ള ഒരു തൊപ്പിയായിരുന്നു അത്. സൈഡിൽ ചുവന്ന റോസാപ്പൂക്കൾ തുന്നിയത്. അവൾ തിരിഞ്ഞു നോക്കി. നഥാനായിരുന്നു. ഇഷ്ടായോ? അവൻ ചോദിച്ചു. അവൾ മൂളി. അവൾ അത് തലയിൽ വെച്ചു. തിരക്ക് കൂടിയപ്പോൾ നഥാൻ അവളുടെ കൈ പിടിച്ച് നടന്നു. നമുക്കിങ്ങനെ പിടിച്ചു നടക്കാൻ ആരുമില്ലേ, ആൽവിൻ പറഞ്ഞു. നിനക്ക് ഞാനില്ലടാ, ലക്കി അവന്റെ കൈ പിടിച്ചു. ഹാ ചാളുക്കേ, എന്നിട്ട് വേണം ഞാൻ മറ്റേതാണെന്ന് ആൾക്കാർ കരുതാൻ, ആൽവിൻ കൈ കുടഞ്ഞു. ആൽവിന്റെ മുഖം കണ്ട് ലക്കി ചിരിച്ചു. നഥാൻ അത് കണ്ട് തിരിഞ്ഞതും ഒരാൾ അവന്റെ തോളിലിടിച്ചു. പെട്ടെന്ന് കാതറിൻ അയാളെ തിരിഞ്ഞു നോക്കി. സോറി ബ്രോ, നഥാൻ പറഞ്ഞു. അയാൾ എന്തോ സംശയത്തോടെ നഥാനെ നോക്കി. കാതറിൻ തന്റെ വിരലിലെ മോതിരത്തിലേക്ക് നോക്കി. ആ മോതിരത്തിൽ നിന്ന് പുറത്തേക്ക് വരുന്ന ചൂട് അവൾക്ക് അനുഭവപ്പെട്ടു തുടങ്ങി. കെയ്റ്റ്, ഈ മോതിരം കാലങ്ങളായി പഴക്കമുള്ളതാണ്. ഏതൻ കുടുംബത്തിന്റെ രക്ഷാകവചം. നഥാന്റെ രക്തദാഹികൾക്ക് അവനെ എളുപ്പം തിരിച്ചറിയണമെന്നില്ല, പക്ഷേ നിനക്കതിന് കഴിയും. അതിനാണ് ഈ മോതിരം. അവൾ അയാളെ തിരിഞ്ഞു നോക്കി. ഇല്ല, അയാളെ കാണാനില്ല. എന്താ കാതറിൻ? അവൾ ഒന്നുമില്ലെന്ന് തലയാട്ടി. വാ പോകാം. അവൻ അവളുടെ കൈ പിടിച്ചു. എന്തേ? അവൾ ലേഡീസ് ടോയ്ലറ്റിലേക്ക് ചൂണ്ടിക്കാണിച്ചു. ആ, പോയിട്ട് വാ, നഥാൻ പറഞ്ഞു. കാതറിൻ മെല്ലെ നടന്നു. കുറച്ചെത്തിയപ്പോൾ അവൾ തിരിഞ്ഞു നോക്കി.
നഥാൻ കൂട്ടുകാരോട് സംസാരിച്ച് നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ അവിടുന്ന് പുറത്തേക്കോടി. പുറത്തെത്തിയപ്പോൾ അവൾ ചുറ്റും നോക്കി. അയാൾ കാറിൽ കയറിപ്പോകുന്നത് അവൾ കണ്ടു. അവൾ ചുരുട്ടി പിടിച്ച കൈ നേരെ കാറിന് നേരെ നീട്ടി. കുറെ നേരമായല്ലോ, നഥാൻ പറഞ്ഞു. ദേ വരുന്നു. അവൾ വരുന്നത് കണ്ട് ആൽവിൻ പറഞ്ഞു. പോകാം, നഥാൻ അവളോട് പറഞ്ഞു. പെട്ടെന്നാണ് എന്തോ പൊട്ടിത്തെറിച്ച ശബ്ദം കേട്ട് എല്ലാവരും നോക്കിയത്. കുറെ പേർ പുറത്തേക്കോടി. ഓ ഗോഡ്! നിന്ന് കത്തുന്ന കാറ് കണ്ട് ആൽവിൻ പറഞ്ഞു.